ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസിൽ നിന്ന് രക്ഷപ്പെട്ട് രോഹിത് പുറത്തിറങ്ങിയെങ്കിലും അതിൽ രോഹിത്തിന് ഒട്ടും തന്നെ ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. താൻ കാരണം തൻ്റെ കുടുംബത്തിനുണ്ടായ മാനക്കേടോർത്ത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലായിരുന്നു രോഹിത് ഉണ്ടായിരുന്നത്. ഈ സമൂഹത്തെ ഇനി നേരിടാനുള്ള ഒരു മടി കാരണം ഇനി ഒരിക്കലും പുറത്തിറങ്ങണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു രോഹിത് ഉണ്ടായിരുന്നത്. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ രോഹിത്തിന് എല്ലാവരോടും ഒരു ദേഷ്യവും അവഗണനയുമായിരുന്നു. ആരോടും ഒന്നും സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അടച്ചിട്ട മുറിയിൽ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു രോഹിത്തിന്റെ സഹവാസം. എല്ലാവരോടും ദേഷ്യം കാണിച്ചപ്പോഴും അലീനയോട് രോഹിത്തിന് വെറുപ്പായിരുന്നു. തന്നെ പുറത്തിറക്കാൻ സഹായിച്ചവളാണെന്നോ തന്റെ രക്ഷകനാണ് എന്നൊന്നും അവൾ ഓർത്തില്ല. ഒരു നന്ദിയും അനുകമ്പയും ഒന്നുമില്ലാതെയായിരുന്നു അവളോട് രോഹിത്തിന്റെ പെരുമാറ്റം. ഒടുക്കം രോഹിത് കൈവിട്ടു പോകും എന്ന് തോന്നിയ സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ രോഹിത്തിനോട് ബാലേന്ദ്രൻ ആ കാര്യം വെളിപ്പെടുത്തുകയാണ്. അത് രോഹിത്തിന്റെ മാനസികാവസ്ഥ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. ഒരു ദിവസം രോഹിത് അലീനയോട് ദേഷ്യപ്പെട്ട് അവളുണ്ടാക്കിയ ഭക്ഷണമെല്ലാം തട്ടിത്തെറിപ്പിച്ച് രോക്ഷകുലനായി നിൽക്കുന്ന രോഹിത്തിനെ കണ്ട് ബാലേന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല. അലീന അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ബാലേന്ദ്രൻ മുകളിലേക്ക് പോയി രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊന്നും ബാലേന്ദ്രനെ കേൾക്കാനൊന്നും രോഹിത് തയ്യാറായിരുന്നില്ല. എന്നാലും നിർബന്ധിച്ച് ബാലേന്ദ്രൻ അവനോട് പറയുന്നുണ്ട്, എന്താ രോഹി, എന്താ നിനക്ക് സംഭവിച്ചത്? നീ എന്തിനാണ് അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവളല്ലേ നിന്നെ രക്ഷിക്കാൻ കാരണക്കാരിയായത്. അവളോട് നിനക്ക് നന്ദിയും കടപ്പാടുമാണ് വേണ്ടത്. അല്ലാതെ അവളെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുകയും അവളോട് തല്ലാൻ ചെല്ലുന്ന രീതി സംസാരിക്കുകയൊന്നും അല്ല വേണ്ടത് എന്നിങ്ങനെ ബാലേന്ദ്രൻ രോഹിയോട് പറയാണ്. പെട്ടെന്ന് തന്നെ രോഹി മറുപടി പറയുന്നുണ്ട്, എന്ത്? അവളോട് ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ? എനിക്കിനി പുറത്തിറങ്ങണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ അവളോട് എന്നെ രക്ഷിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കാരോടും ഒരു സ്നേഹവും ഇല്ല, ഒരു സഹതാപവും ഇല്ല. ഇനി എന്നെ ആരും കാണുകയും വേണ്ട, എനിക്കാരും കാണുകയും വേണ്ട. എല്ലാവരും ഇവിടെ നിന്നൊന്ന് പോയി തരുമോ? എന്താ രോഹി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തെറ്റ് ചെയ്യാതെ നീ ശിക്ഷ അനുഭവിക്കണമെന്നുണ്ടോ? അതുകൊണ്ടല്ലേടാ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചതും പുറത്തിറക്കിയതും. വേണ്ട, ഇനി അച്ഛനൊന്നും പറയണ്ട. ഞങ്ങൾക്കറിയാമല്ല, അച്ഛന് എന്നോടും ഭവിതയോടൊന്നും ഒരു സ്നേഹവും ഇല്ല. അച്ഛനെ എപ്പോഴും അലീന മാത്രം മതി. അങ്ങനെയൊന്നും പറയല്ലേ രോഹി, നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും അലീന. അവളും എൻ്റെ മകളാണ്, നിങ്ങളുടെ സഹോദരിയാണ്. വേണ്ട, അച്ഛനൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് വരെ ആരും കേൾക്കാത്തൊരു കഥയുമായിട്ട് വന്നിട്ട് അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അവളെ. അതൊക്കെ ഞങ്ങൾ സഹിക്കണോ, പൊറുക്കണോ? എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല അച്ഛാ. അവൾ എന്ന് ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന അമ്മ പറയുന്നത് ശരിയല്ലേ? ദേ രോഹി, നിങ്ങൾക്ക് അലീനയെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ വേറെയാണ്. നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അവൾ ശരിക്കും നിങ്ങളുടെ സഹോദരി തന്നെയാണ്. അല്ലാതെ നിന്റെ അമ്മ പറയുന്ന പോലെ അവളുടെ അഹങ്കാരമൊന്നും നീ തലകേറ്റി നടക്കരുത്. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ അത് ആരോടും ചോദിക്കില്ലെന്നും ആരോടും പറയില്ല എന്നുള്ളൊരു വാക്ക് എനിക്ക് തരണം. അതിന് നിന്നെക്കൊണ്ട് കഴിയുമോ മോനെ? അപ്പോൾ മനസ്സോടെ രോഹി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞത് വെറുമൊരു നുണ തന്നെയാണ്. അലീനയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അലീന എൻ്റെ അവിഹിതത്തിൽ ഉണ്ടായ മകളാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാണ്. അവളെ ഈ വീട്ടിൽ നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ കള്ളക്കഥ. പിന്നെ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനും അലീനയും തമ്മിൽ തെറ്റായൊരു ബന്ധത്തിന് കാരണവുമല്ല. നിങ്ങൾ 3 പേരും എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ മകളാണ് അലീന. നിങ്ങളുടെയൊക്കെ മൂത്ത ചേച്ചിയായിട്ട് മാത്രമേ എനിക്ക് അവളെ കാണാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ മാത്രമേ അവളെ കാണാൻ കഴിയുള്ളൂ. കാരണം അവൾ നിങ്ങളുടെ 3 പേരുടെ മൂത്ത ചേച്ചി തന്നെയാണ്, സ്വന്തം സഹോദരി. ആകെ ഒരു അങ്കലാപ്പോടെ രോഹിത് അച്ഛനെ നോക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ മോനെ, അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിനക്കും ബബിതയ്ക്കും മാത്രം അറിയാൻ പാടില്ലാത്തൊരു സത്യം. അത് മറ്റൊന്നുമല്ല, ഞാൻ നിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ അമ്മയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. ആഗ്രയിലായിരുന്നു അവരെന്ന് താമസിച്ചിരുന്നത്. ആ സമയത്ത് നിന്റെ അമ്മയിൽ ജനിച്ച അമ്മയുടെ മകളാണ് അലീന, നിങ്ങളുടെ സഹോദരി. അന്ന് ആ വീട്ടുകാർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയും അന്ന് ആ വിവാഹം നടക്കാതെ പോവുകയും ചെയ്തു. അന്ന് നിന്റെ അമ്മ പ്രസവിച്ച അലീനയെ അമ്മയോട് മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ നിന്റെ അമ്മയുടെ ആൾക്കാർ അവരെല്ലാവരും ചേർന്ന് അവളെ ഒരു ഓർഫനേജിലാക്കി. അന്ന് അവളുടെ വീട്ടുകാരെ അവളെ വിവാഹത്തിന് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും വളരെയേറെ നിർബന്ധിച്ചതിന് ശേഷം മാത്രമാണ് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ഈ നിമിഷം വരെ ഇങ്ങനെ ഒരു സത്യം അവൾ എൻ്റെ അടുക്കെ പറഞ്ഞിട്ടേയില്ല.
അവൾ എന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു. ശരിക്കും അലീന അവളുടെ മകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ചത്താണ് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരുന്നത്. ഞാൻ അത്രയും സ്നേഹത്തോടെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന എൻ്റെ കുടുംബമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നില്ലാതായത്. അതിനെല്ലാം കാരണം നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയുടെ വീട്ടുകാരും മാത്രമാണ്. അവരാരും ഒരിക്കൽ പോലും എന്നോട് ഈ സത്യം വെളിപ്പെടുത്തിയില്ല. നിൻ്റെ അമ്മയെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം പോലും ഒരിക്കലും അവരെന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ ആകെ തകർന്നു പോയിരുന്നു. ആ തകർച്ചയിൽ നിന്നൊക്കെ എന്നെ കൈപിടിച്ചുയർത്തിയത് അവളാണ്, അലീന. അവൾ നിന്നെ സ്നേഹിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്തിരുന്നതും നിന്റെ മൂത്ത സഹോദരി ആയതുകൊണ്ട് മാത്രമാണ്. ആ ഒരു സ്നേഹത്തോടു കൂടിയാണ്. നീ മാത്രമല്ല, നീയും നിന്റെ അനിയത്തിമാരും എല്ലാം അവളുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവൾ ഈ കുടുംബത്തിലേക്ക് വന്നത്. നിങ്ങളെ 3 പേരെയും സ്നേഹിക്കുകയും ഉപദേശിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങളെ 3 അവളുടെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കൊന്നും വരാനായിട്ട് അവളുടെ മനസ്സുകൊണ്ട് അനുവദിക്കില്ല. നിങ്ങളെയൊക്കെ അവൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുമായിരുന്നു. എന്നാൽ അതൊന്നും നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് അവളോട് വെറുപ്പായിരുന്നു. നിങ്ങൾക്ക് അവളോട് ദേഷ്യമായിരുന്നു. അവൾ എന്ത് ചെയ്താലും അതിലെല്ലാം ഒരു കുറ്റം കണ്ടുപിടിക്കുക മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങളുടെയൊക്കെ എല്ലാ അവഗണനയും പരിഹാസവും കുത്തുവാക്കും ദേഷ്യവും നിന്റെ അമ്മയുടെ പരിഹാസവും ഒക്കെ ചീത്തവിളിയും അടി വരെ കൊണ്ടില്ലേ അവൾ? എന്നിട്ടും അവൾ ഈ വീട്ടിൽ പിടിച്ചു നിന്നില്ലേ? അത് നിങ്ങളുടെ കൂടെ കഴിയാനും നിങ്ങളെ കാണാനും വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. നീ പലതവണ ഹരിയായിട്ട് കൂട്ടുകൂടിയപ്പോഴൊക്കെ അലീന നിന്നെ ശകാരിക്കുകയും താക്കീത് നൽകുകയല്ലേ ചെയ്തത്? ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നെ വലിയ കുഴിയിൽ ചെന്നുകൊണ്ട് ചാടിക്കുകയും നിനക്ക് ജയജീവിതം വരെ അവൻ വാങ്ങിത്തരുകയും ചെയ്യുന്നൊക്കെ അവൾ നിന്നെ മുൻകൂട്ടി തന്നെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ടും നീ അത് കേട്ടോ? ഇല്ല, കേട്ടില്ല. മാത്രമല്ല, നീ തെറ്റിദ്ധരിച്ചു. അവൾക്ക് നിന്നെയും ഹരിയെയും തമ്മിൽ അകറ്റാൻ വേണ്ടി അവൾ പറയുന്നതാണെന്ന് നീ തെറ്റിദ്ധരിച്ചില്ലേ? എന്നാൽ അതെല്ലാം അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. നീ അവളുടെ അനുജനാണെന്നുള്ള പരിഗണന കൊണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കും ഒരിക്കൽ പോലും നിങ്ങളുടെ കൂടപ്പറപ്പിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ കൂടി നിനക്ക് വേണ്ടി ശരണ്യോട് സംസാരിച്ചതും അതുപോലെ ആ DYSPയോട് സംസാരിച്ചതും എല്ലാം അവൾ നിനക്ക് അനുജനായതുകൊണ്ട് തന്നെയാണ്. നീ രക്ഷപ്പെടണമെന്നുള്ള ഉറച്ചൊരു തീരുമാനം അവൾക്കുണ്ടായിരുന്നുകൊണ്ടും ആ ആഗ്രഹം ഒന്നുകൊണ്ടും മാത്രമാണ്. പക്ഷേ നീ ചെയ്തതോ രോഹി? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു പെണ്ണിനോട്, ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ നീ പലപ്പോഴായിട്ട് അവളോട് ചെയ്യാൻ ശ്രമിച്ചത്? അലീനെ പല പ്രാവശ്യം നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതെല്ലാം അവൾ ക്ഷമിച്ചു. എന്നിട്ടും നീ ഹരിയുടെ കൂടെ കൂടി. പിന്നീടും നീ അത് തന്നെ ചെയ്യാൻ ആവർത്തിച്ചില്ലേ? അതൊക്കെയല്ലേ നിന്നെ വീണ്ടും ഈ നിലയിൽ എത്തിച്ചത്? എല്ലാവർക്കും പറഞ്ഞു നിൽക്കാനും ജയിക്കാനും ഒരു കാരണം അലീന വന്നതിന് ശേഷമാണ്. എല്ലാം അലീന വന്നതിന് ശേഷം സംഭവിച്ചതാണ്. അലീന വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ആയില്ലായിരുന്നോ? കൂട്ടുകെട്ടുകളും ചുറ്റുപാടുകളുമാണ് ഒരു മനുഷ്യനെ കുളിർതാത്തവരാക്കുന്നത്. അതൊക്കെയാണ് ആദ്യം മാറേണ്ടത്. നിന്റെ ചിന്താഗതിയാണ് ആദ്യം നീ മാറ്റേണ്ടത്. വായിച്ച് നിന്റെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് കുത്തിത്തിരികെ തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൾ പലപ്പോഴായി നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച വിഷമില്ലേ? അലീന വന്നതിന് ശേഷമാണ് എല്ലാം അലീന എന്ന്. എന്നാൽ ഒരിക്കലെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ അവൾ നിങ്ങൾക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? നിങ്ങൾക്ക് നല്ല വെറുതെ വരണമെന്ന് മാത്രമേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ വെച്ച് വിളമ്പി തരുന്നതും നിങ്ങളുടെ സന്തോഷം കാണാനാണ്, നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കടമകൾ മാത്രമേ അവൾ നിങ്ങളോട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു തെറ്റും ഇതുവരെ അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക് രോഹി. ഒരിക്കൽ നിന്റെ മുമ്പിൽ കൊട്ടിയടഞ്ഞു പോയ നിന്റെ ജീവിതമാണ് ഇപ്പോൾ നിന്റെ മുന്നിൽ തിരികെ കിട്ടിയിരിക്കുന്നത്. പുതിയൊരു ജീവിതം. ഇനിയത് നല്ല രീതിക്ക് ജീവിച്ചു തീർക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. നിന്റെ നല്ലൊരു ഭാവിയാണ് നിന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അതൊന്നും നീ മറക്കരുത്. ഇനിയും ചീത്ത കൂട്ടുകെട്ടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ആയിക്കോ. പക്ഷേ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാനുണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ട. എൻ്റെ മകനായിപ്പോയി എന്നുള്ള ഒറ്റ ചിന്താഗതി കൊണ്ട് മാത്രമാണ് നിന്നെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ ഒരു ചതിയനും വഞ്ചകനും ഒക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ കറ തീർന്ന ഒരച്ഛനാണ് ഞാൻ. മക്കളോട് ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്ത് നല്ലൊരു അച്ഛൻ. നിനക്ക് മുന്നോട്ട് പോകാൻ വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ഇനിയും ചെയ്തു തരാം. പക്ഷേ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ ഉറപ്പുണ്ടാവണം, ഒരു ചീത്ത കൂട്ടുകെട്ടിലും പോകില്ല. ഇനി നീ നന്നായി നല്ല സ്വഭാവത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന്. ഈ മുറിയിൽ നിന്ന് നീ പുറത്തിറങ്ങണം. നല്ലൊരു മനസ്സോടു കൂടി നന്നായി നീ പഠിച്ച് നല്ലൊരു ജോലിയിലൊക്കെ എത്തണം. അതൊക്കെ കാണാനാണ് എനിക്കാഗ്രഹം.
ഇതൊക്കെ പറഞ്ഞ് ബാലേന്ദ്രന്റെ കണ്ണ് നിറഞ്ഞ് അറിയാതെ വിതുമ്പി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രോഹിത് ബാലേന്ദ്രന്റെ അരികിലേക്ക് വന്ന് കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ലച്ച, ഇനി ഞാനൊന്നും ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. എനിക്കൊരു തെറ്റ് പറ്റി. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള തെറ്റിലേക്കൊന്നും പോകില്ല. ഞാൻ ചെയ്തു പോയ തെറ്റെന്താന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ അച്ഛനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു. ഒരുപാട് അച്ഛനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്, ധിക്കരിച്ചിട്ടുണ്ട്. അച്ഛൻ പറയുന്നൊന്നും പലതവണ ഞാൻ അനുസരിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ഒരിക്കലും ഞാൻ ഈ തെറ്റൊന്നും ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് രോഹിത് ബാലേന്ദ്രൻ്റെ കാല് പിടിച്ച് കരയുന്നുണ്ട്. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ മോശക്കാരനാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. അച്ഛൻ പറയുന്നതനുസരിച്ച് അച്ഛൻ്റെ പൊന്നും മകനായി ഞാൻ ജീവിച്ചുകൊള്ളാം. അച്ഛന് മോശം വരുന്ന രീതിയിൽ ഒരു തെറ്റും ഞാൻ ഇനി ചെയ്യില്ല. അലീന ചേച്ചി, ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെ സ്നേഹിച്ചോളാം. അല്ല, എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണല്ലോ. ഇനി ഞാൻ ചേച്ചിയോട് ഒരു വെറുപ്പും കാണിക്കില്ല, ദേഷ്യം കാണിക്കില്ല, വെറുപ്പും കാണിക്കില്ല. ചേച്ചിയുടെ സ്വന്തം അനുജനായിട്ട് ഞാൻ ഇനി കഴിഞ്ഞോളാം. അലീന ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും, ഒരനിയനായിട്ട്. ഇനി ചേച്ചി എവിടേക്കും പോകണ്ട. അങ്ങനെ രോഹിത്തിനെ ബാലേന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്നായി, നിന്റെ ഈ തീരുമാനം എന്തുകൊണ്ട് നന്നായി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി നിന്റെ ജീവിതം നന്നായി പോവും. നിന്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞു. ഇനി സന്തോഷത്തോടു കൂടി തെറ്റുകളൊന്നും ചെയ്യാതെ പഴയ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പിന്മാറി നീ നല്ല രീതിയിൽ ജീവിക്കണം. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതുവരെ നടന്നതുമായ കാര്യങ്ങളൊക്കെ നീ മറന്നേക്ക്. അതെല്ലാം നിന്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം മാത്രമാണ്. അതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നീ നയിക്കണം. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നിനക്കൊരു പാഠമാവണം. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇനി ആരും ഒരിക്കലും എൻ്റെ മകൻ കൊള്ളരുതാത്തവനാണെന്ന് ആരെക്കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. എൻ്റെ സഹോദരങ്ങളെ നോക്കി നല്ല രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ട സേവനങ്ങളും ചെയ്ത് നന്നായി ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. നീ തെറ്റുകളൊക്കെ ഒരുപാട് സംഭവിക്കാം, എന്നാൽ അതെല്ലാം തിരുത്തി മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ പുറത്തു വരണം. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ച, അച്ഛൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അലീന താഴെയുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ടാണ് അവൾ താഴേക്ക് പോയത്. നീ അവളോട് പോയി ക്ഷമ പറയണം. എന്നാൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും അവൾ അറിയാനും പാടില്ല. അലീന നിങ്ങളുടെ സഹോദരിയാണെന്നുള്ള കാര്യം അറിയാവുന്ന ഒരാൾ കൂടി ഈ വീട്ടിലുണ്ട്. അത് കൃഷ്ണമോളാണ്. ബബിതയ്ക്ക് ഈ കാര്യം അറിയില്ല. അതൊന്നും പറയാനായിട്ടുള്ള സമയം ആയിട്ടില്ല. നീയും തൽക്കാലം ബബിതയോടൊന്നും പറയണ്ട. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ച, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ചെല്ല്, അലീന താഴെ കിച്ചണിലുണ്ട്. അവളോട് പോയി ക്ഷമ പറയുക. ചെയ്തു തന്നതിനൊക്കെ നന്ദിയും പറയണം. അവളോട് തീരാത്ത കടപ്പാടുണ്ടെന്നും പറയണം. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ ചെല്ല്, അവൾ താഴെയുണ്ട്. ശരി അച്ഛ, ഞാൻ പോയി പറഞ്ഞോളാം. അങ്ങനെ രോഹിത് അലീനയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. ചേച്ചിയെന്ന് വിളിക്കുന്നുണ്ട്. ഞെട്ടിത്തിരിച്ച് രോഹിത്തിൻ്റെ ആ വിളി കേട്ട് അലീന തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൾ ആശ്ചര്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. മേളിൽ റൂമിൽ വന്നപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. ചേച്ചി ചെയ്ത് തന്ന സഹായങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. ഞാനിതൊന്നും ഒരിക്കലും മറക്കില്ല. നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നീ എനിക്ക് അനുജൻ തന്നെയാ, എൻ്റെ കുഞ്ഞനുജൻ. എനിക്കൊരിക്കലും നിന്നെ മറക്കാനോ നിന്നെ സഹായിക്കാതിരിക്കാനോ പറ്റില്ല മോനെ. ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. താൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവൻ നന്ദി പറഞ്ഞല്ലോ, തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചല്ലോ, ചേച്ചിയെന്ന് വിളിച്ചല്ലോ. ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സത്യം തിരിച്ചറിഞ്ഞ രോഹിത് ആകെ മാറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു എപ്പിസോഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.